സുപ്രീം കോടതി വിധി സംസ്ഥാന സർക്കാരിനും പ്രതീക്ഷ നൽകുന്നതാണ്. നിയമസഭ പാസാക്കിയ 7 ബില്ലുകളിൽ 3 വർഷത്തിലധികമായി തീരുമാനമെടുക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സമാന വിധിയാണ് കേരളവും പ്രതീക്ഷിക്കുന്നത്. വിധിയെ കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വാഗതം ചെയ്തു. സുപ്രീം കോടതിയുടേത് ചരിത്രവിധിയെന്നും തമിഴ്നാടിന്റേത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെയും വിജയമെന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രതികരണം. ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും നിയമസഭയുടെ അധികാരം ഗവർണർമാർ കൈയടക്കുന്നതിനെതിരുമായ താക്കീതാണ് വിധിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യത്തെ കൂടി അംഗീകരിക്കുന്ന വിധിയെന്നും ബില്ലിനുമേൽ സമയപരിധി നിശ്ചയിച്ച് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുവെന്നും നിയമമന്ത്രി പി രാജീവ്. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. ഗവർണർമാരുടെ നിലപാടുകൾ അപലപനീയമെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഗവർണർമാർ ചെയ്തത് എന്നാണ് പരമോന്നത നീതിപീഠത്തിന്റെ നിരീക്ഷണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തമിഴ്നാട് ഗവർണറുടെ നടപടികൾ അത്യന്തം തെറ്റായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടിക്കെതിരായ ഹർജി തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിലേക്ക് മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കേരളം ആവശ്യപ്പെട്ട ബെഞ്ചിന് വിടുന്നതിൽ ഇപ്പോൾ തീരുമാനമെടുക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി. തമിഴ്നാട് കേസിലെ വിധിന്യായം പഠിച്ച ശേഷം മറുപടി നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി മെയ് 13 ശേഷം പരിഗണിക്കാൻ മാറ്റി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.